യെസ്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? റിങ്, ഡിസ്ക്, സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ, റോഡ്, സിലിണ്ടർ എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു കൈനമാറ്റിക്സ് ഓഫ് ലീനിയർ മോഷൻ പഠിച്ചു വരണം എന്ന്. വി ഈക്വൽ യു പ്ലസ് എ ടി, എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as. കൈനമാറ്റിക്സ്, ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഇവിടെ അതെ നമ്മൾ ഈ ചാപ്റ്ററിലും യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനെ കുറിച്ചാണ് പറയുന്നത്. സോ കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ് അണ്ടർ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. ഹിയർ ആംഗുലാർ ആക്സലറേഷൻ, കോൺസ്റ്റൻറ്റ് ആംഗുലാർ ആക്സലറേഷൻ. ഓക്കെ, സോ നോക്കൂ, എ ബോഡി, സി ദിസ് ഈസ് സെഡ് ആക്സിസ്. അപ്പോൾ ആ സെഡ് ആക്സിസിനെ ബേസ് ചെയ്ത് ബോഡി കറങ്ങുന്നു. ഞാൻ ആംഗുലാർ വെലോസിറ്റി മാർക്ക് ചെയ്യുന്നില്ല, കാരണം ആംഗുലാർ വെലോസിറ്റിയുടെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ആവാൻ കാരണം ഞാൻ പറഞ്ഞു യൂണിഫോംലി ആക്സലറേറ്റഡ് ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബോഡിയുടെ മുകളിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും? കമോൺ, എന്ത് ആക്ട് ചെയ്യും? ടോർക്ക് ആക്ട് ചെയ്യുന്നു. ഈ ടോർക്ക് കാരണം ബോഡിക്ക് എന്തുണ്ട്? ആംഗുലാർ ആക്സലറേഷൻ ഉണ്ട്. ആംഗുലാർ ആക്സലറേഷൻ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ബോഡി കറങ്ങുമ്പോഴുള്ള സ്പീഡ് കൂടി 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 വരുന്നു. അതായത് ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. ആ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വാരിയബിൾ ആക്സലറേഷൻ ആയിക്കൂടെ ചോദിച്ചാൽ യെസ്. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻസ് എല്ലാം യൂണിഫോംലി ആക്സലറേറ്റഡ്. ഹിയർ നോട്ട് ലീനിയർ ആക്സലറേഷൻ, ഹിയർ ആംഗുലാർ ആക്സലറേഷൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ അപ്പോൾ ഈ സെഡ് ആക്സിസിൽ ബോഡി റിവോൾവ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ബോഡി എന്താ ചെയ്തുകൊണ്ടിരിക്കുക? പാർട്ടിക്കിൾസിൻ്റെ ബോഡി അവരും ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? എങ്ങനെ കറങ്ങും? XY പ്ലെയിനിൽ കറങ്ങും. അപ്പോൾ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ ഓൺ ദ ബോഡി റിവോൾവ്സ് ഇൻ XY പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ആ മോഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ആംഗുലാർ ആക്സലറേഷൻ ആൽഫ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ആൽഫ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. എല്ലാവർക്കും അറിയുന്ന ബേസിക് ഇക്വേഷൻ, എല്ലാവർക്കും അറിയാലോ ഇക്വേഷൻ അല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ആംഗുലാർ ആക്സലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഇതിന് കാരണം ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ബോഡിയുടെ മുകളിൽ. ഓക്കെ, സോ ഡി ഒമേഗ ഈസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാം? ആൽഫ ഇൻറ്റു ഡി ടി. കറക്റ്റ് അല്ലേ? ഇൻറ്റഗ്രൽ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു, ഇൻറ്റഗ്രേഷനൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറയുന്നു ഇൻറ്റഗ്രേഷൻ കേട്ടോ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡി ടി. ഇവിടെ ഒമേഗയുടെ വാല്യൂ വാരിയബിൾ ആണല്ലോ, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു, കാരണം ആൽഫ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇനി ലിമിറ്റ് എങ്ങനെ കൊടുക്കും നമ്മൾ? ലിമിറ്റ് ഒന്ന് പറയൂ. ലിമിറ്റ് നമ്മൾ ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആയിരുന്ന സമയത്ത് ആംഗുലാർ വെലോസിറ്റിയുടെ വാല്യൂ ആണ് ഒമേഗ നോട്ട്. അപ്പോൾ നമുക്ക് ടൈം 0 ഇവിടെ ഒമേഗ നോട്ട്. അപ്പോൾ ഒമേഗ നോട്ട് ഈസ് ദ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി. ആഫ്റ്റർ എ ടൈം ടി നമുക്ക് ഒമേഗയാക്കി എടുക്കാം ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഡി ഒമേഗനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് നമ്മൾ കൊടുക്കണം ഒമേഗ നോട്ട് ടു ഒമേഗ, വേർ ഒമേഗ നോട്ട് ഈസ് ദ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി, ഒമേഗ ഈസ് ദ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. 0 ടൈമിൽ ഒമേഗ നോട്ട്, ടി ടൈമിൽ ഒമേഗ. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യൂ. ഡി ഒമേഗ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എല്ലാവർക്കും അറിയാം ഒമേഗ എന്ന് കിട്ടുന്നു. ലോവർ ലിമിറ്റ് ഒമേഗ നോട്ട്, അപ്പർ ലിമിറ്റ് ഒമേഗ അറിയാലോ. ഈക്വൽ ടു ആൽഫ ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോംലി ആക്സലറേറ്റഡ് ആയതുകൊണ്ട് ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അയാളെ ഇൻറ്റഗ്രലിന് പുറത്തോട്ട് എടുത്തു. ദെൻ ഡി ടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത ടി, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ടി. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, അതിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്തു. സോ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സോ ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടല്ലോ? ഇതുപോലൊരു ഇക്വേഷൻ ലീനിയർ മോഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? വി ഈക്വൽ ടു V0 പ്ലസ് എ ടി. എല്ലാവർക്കും ഓർമ്മയില്ലേ ഈ ഇക്വേഷൻ? ഇതെവിടെയാണ് നമ്മൾ പഠിച്ചത്?
Newton's equations of motion under uniformly accelerated. Here, uniformly angular accelerated. Okay? So, equation ഓർമ്മ വെച്ച് വെച്ചോളൂ omega naught equal to omega naught plus alpha t. ഇപ്പോൾ ടൈം കൂടുന്തോറും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഒമേഗയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു ടേൺ ചെയ്തിരിക്കുന്ന ആംഗിൾ തീറ്റ 0, ആഫ്റ്റർ എ വൈൽ ടി ടൈം കഴിയുമ്പോൾ തീറ്റ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഇനീഷ്യലി ഉണ്ടായിരുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട്, ആഫ്റ്റർ എ ടൈം നമുക്ക് ഒമേഗ, അങ്ങനെ ഒമേഗ കാണുന്ന ഒമേഗ നോട്ട് പ്ലസ് ആൽഫ ടി. ഇതിൽ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 ആയാൽ നമുക്ക് ഒമേഗ ഈക്വൽ ടു സിംപ്ലി ആൽഫ ടി എന്ന് എഴുതാം കേട്ടോ. ഒമേഗ ഈക്വൽ ടു ആൽഫ ടി വെൻ ഒമേഗ നോട്ട് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ടൈം. ഇനി നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻ പറയാം. അപ്പോൾ ബോഡി റിവോൾവ് ചെയ്യുന്നു, ടൈം ഇൻക്രീസ് ആയി വരുന്തോറും ടേൺ ആവുന്ന ആംഗിൾ കൂടി വരുന്നു. ബോഡി കറങ്ങുമ്പോൾ ടേൺ ആവുന്ന ഏത് പാർട്ടിക്കിൾ വേണമെങ്കിൽ എടുത്തോളൂ, പാർട്ടിക്കിളിൻ്റെ എന്തും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ടേൺ ചെയ്ത് വരുന്ന ആംഗിൾ കൂടി വരും ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗുലാർ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയരുത്, കാരണം ഇവിടെ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. കാരണം യൂണിഫോംലി ആക്സലറേറ്റഡ് ആയിട്ടുള്ള മോഷനെ കുറിച്ചല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഡി ടി എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഡി ടി. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കറിയാം, അതിൽ നമ്മൾ ഈ റിലേഷൻഷിപ്പ് എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒമേഗ കോൺസ്റ്റൻ്റ് ആണോ? അല്ല. പക്ഷെ ഒമേഗയ്ക്ക് വേണ്ട ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞല്ലോ, അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? യെസ്. അപ്പോൾ ഡി തീറ്റ ഈസ് ഈക്വൽ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒമേഗ നോട്ട് പ്ലസ് ആൽഫ ടി ഇൻറ്റു ഡി ടി. എന്തുകൊണ്ടാണ് ഒമേഗയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഒമേഗ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ 0 ഡി ടി പ്ലസ് ആൽഫ ടി ഡി ടി എന്ന് വരുന്നു. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഡി തീറ്റ ഈസ് ഈക്വൽ ടു, ഫിഗറിലോട്ട് നോക്കൂ, ഇനീഷ്യലി ഉണ്ടായിരുന്ന ആംഗിൾ തീറ്റ നോട്ട് എന്നും ആഫ്റ്റർ എ വൈൽ തീറ്റയുടെ വാല്യൂ തീറ്റ തന്നെയായി. അപ്പോൾ ടേൺ ചെയ്തിരിക്കുന്ന ആംഗിൾ ഇവിടുന്ന് ഇവിടേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. തീറ്റ 0 തൊട്ട് തീറ്റ വരെ പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 0 ഇൻറ്റു ടൈം 0 ടു ടി കൊടുക്കാം. കാരണം ടൈം 0 ആയിരുന്ന സമയത്ത് ടേൺ ആയ ആംഗിൾ തീറ്റ നോട്ട്, ടൈം ടി ആയപ്പോൾ തീറ്റ ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി ആൽഫ ടി ഡി ടി. ഓക്കെ, ഇനി ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് തീറ്റ എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് തീറ്റ 0, അപ്പർ ലിമിറ്റ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻ്റ് കേട്ടോ. ടി ഇൻ്റഗ്രേറ്റ് ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി എന്ന് വരുന്നു. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ടി പ്ലസ് ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അയാൾ ഇൻ്റഗ്രലിന് പുറത്തോട്ട് എടുത്തു. ടി ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി സ്ക്വയർഡ് ബൈ 2. അപ്പോൾ ആൽഫ ഇൻറ്റു ടി സ്ക്വയർ ബൈ 2, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നു തീറ്റ മൈനസ് തീറ്റ നോട്ട് ഈക്വൽ ടു, ലെഫ്റ്റ് സൈഡ് അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്തു. തീറ്റ മൈനസ് തീറ്റ നോട്ട് ഈസ് ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ എന്തെഴുതാറുണ്ട്? എക്സ് മൈനസ് എക്സ് 0 ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാറില്ലേ? അപ്പോൾ ഇവിടെ ഒമേഗ നോട്ട് വന്നു, ഇവിടെ ആൽഫ വന്നു. ഇനീഷ്യലി ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ദ ഫൈനൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ഇപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ആംഗിൾ 0 ആണെന്ന് വിചാരിക്കും. അതായത് ഇനീഷ്യലി ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെഫറൻസ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്നും ഇനീഷ്യലി ടേൺ ആയിട്ടുള്ള ആംഗിൾ 0 ആണെന്നും വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡിറൈവ് ചെയ്യുന്നു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കാം. വി നോ ആൽഫ ഈക്വൽ ടു
ഡി ഒമേഗ ബൈ ഡി ടി. ഞാൻ പറഞ്ഞല്ലോ ടൈമുമായിട്ടുള്ള റിലേഷൻ അല്ല നമുക്ക് ആവശ്യമുള്ളത്. ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആവശ്യമുള്ളത്? ഒമേഗയും തീറ്റയും തമ്മിൽ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതി. ഇഷ്യൂല്ലല്ലോ. നോക്കൂ, ഡി ഒമേഗ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ക്യാൻസലായി പോയാൽ നമുക്ക് ഡി ഒമേഗ ബൈ ഡി ടി തന്നെയല്ലേ വരുന്നത്? റീഅറേഞ്ച് ചെയ്തു. ഓർ ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒമേഗയാണ്, ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റിയാണ് ഒമേഗ. കാരണം ബോഡി കറങ്ങിക്കൊണ്ടിരിക്കണു, ഡി തീറ്റ ആംഗിൾ കവർ ചെയ്തു. ആ സമയത്ത് നമ്മൾ അസ്യൂം ചെയ്തു ദാറ്റ് ഡി തീറ്റ ഈസ് വെരി വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഒമേഗ ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി. സോ ആൽഫ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡി ഒമേഗ. റീഅറേഞ്ച് ചെയ്തു അല്ലേ? കറക്റ്റ് അല്ലേ? ദെൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ആൽഫ ഡി തീറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഒമേഗ ഡി ഒമേഗ. ഇനീഷ്യലി ഉണ്ടായിരുന്ന ആംഗിൾ തീറ്റ നോട്ട്, ആ സമയത്ത് ഉണ്ടായിരുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട്. ഓക്കെ. ദെൻ ആഫ്റ്റർ എ വൈൽ വെലോസിറ്റി ഒമേഗയായി, ആ സമയത്തുള്ള ആംഗിൾ തീറ്റ. ഇത്രയും. ഓക്കെ. ഇപ്പോൾ നമുക്ക് ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഡി തീറ്റ ഈസ് തീറ്റ, തീറ്റ നോട്ട് ടു തീറ്റ ഈക്വൽ ടു ഒമേഗ. ഒമേഗ ഡി ഒമേഗ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരുന്നത് നമുക്ക്? ദറ്റ് ഈസ് ഒമേഗ സ്ക്വയർ ബൈ 2 ലോവർ ലിമിറ്റ് ഒമേഗ നോട്ട് അപ്പർ ലിമിറ്റ് ഒമേഗ. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ കോൺസ്റ്റൻ്റ് അല്ല കേട്ടോ, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആൽഫ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഇൻ്റഗ്രലിന് പുറത്തോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ ആൽഫ ഇൻറ്റു തീറ്റ മൈനസ് തീറ്റ 0 ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ബൈ 2 മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ബൈ 2. സോ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരൂ. 2 ഇൻറ്റു ആൽഫ ഇൻറ്റു തീറ്റ മൈനസ് തീറ്റ നോട്ട്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മെമ്മറിയിലേക്ക് വരുന്നുണ്ടോ? ഇതേ ടൈപ്പ് ഒരു ഇക്വേഷൻ നമ്മൾ ലീനിയർ മോഷനിൽ പഠിച്ചത്. എന്താ ഇക്വേഷൻ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഹിയർ ഒമേഗ ഈസ് ദ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ദാറ്റ് ഈസ് ആഫ്റ്റർ എ ടൈം t. Initially time t is equal to 0, omega naught is the velocity, that is initial angular velocity. Alpha is the angular acceleration. Theta 0 is the angle turn or instantaneous angle when time t is equal to 0. Theta is the final angle. ഓക്കെ. ഇത് നമുക്ക് വേണമെങ്കിൽ തീറ്റ മൈനസ് തീറ്റ നോട്ട് എന്ന് പറയുമ്പോൾ അതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ തീറ്റ എന്നോ ഡി തീറ്റ എന്നോ എഴുതാം. ഓക്കെ. ഇപ്പം 3 ഇക്വേഷൻസുമായി. ആംഗുലാർ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. ദെൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ടൈമും. എന്തായിരുന്നു ഇക്വേഷൻ? തീറ്റ മൈനസ് തീറ്റ 0 ഈസ് ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. തേർഡ് വൺ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ ഇൻറ്റു തീറ്റ മൈനസ് തീറ്റ നോട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ 1 ഡയമെൻഷണൽ മോഷനിൽ പഠിച്ച ഇക്വേഷൻസുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വരാം. പക്ഷേ അണ്ടർ എ കണ്ടീഷൻ യൂണിഫോം ആക്സലറേഷൻ. ഹിയർ യൂണിഫോം ആംഗുലാർ ആക്സലറേഷൻ. നമുക്ക് NCERT ബുക്കിൽ ഒരു വർഡ് ഔട്ട് എക്സാമ്പിൾ ചെയ്യാം. നോക്കൂ. ദ ആംഗുലാർ സ്പീഡ് ഓഫ് എ മോട്ടോർ റിവോൾവ് ചെയ്യുന്നു. റൊട്ടേഷനെ കുറിച്ചാണ് പറയുന്നത്. മോട്ടോർ വീൽ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 1200 RPM. 1200 RPM. RPM എന്ന് കേട്ടോ നിങ്ങൾ? RPM റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ് കേട്ടോ. റൊട്ടേഷൻസ് പെർ മിനിറ്റ്. M stands for minute. ഓർമ്മിച്ച് വെച്ചോളൂ. SI യൂണിറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് നോട്ട് RPM, ഇറ്റ് ഈസ് RPS, റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് RPM-ലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എവിടേക്ക് കൺവേർട്ട് ചെയ്യണം? RPS-ലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ആ വാല്യൂ 1200 RPM-ൽ നിന്ന് എവിടേക്ക് ചേഞ്ചായി? 3120 RPM-ലോട്ട് ചേഞ്ചായി. അതിൻ്റെ മീനിങ് എന്താണ്?
ആംഗുലാർ വെലോസിറ്റി ചേഞ്ചായി. ആംഗുലാർ വെലോസിറ്റി ചേഞ്ചായി എന്ന് പറയുന്നതിന് മീനിങ് എന്താ? ആംഗുലാർ ആക്സലറേഷൻ ഉണ്ട്. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നതിന് മീനിങ് എന്താ? ടോർക്ക് ഈസ് ആക്ടിങ്. ഓക്കെ, ഇൻ 16 seconds. ടൈമും തന്നിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ ആംഗുലാർ ആക്സലറേഷൻ അസ്യൂമിങ് ദ ആക്സലറേഷൻ ടു ബി യൂണിഫോം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലാർ ആക്സലറേഷൻ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഗിവൺ ദാറ്റ് ദ ആക്സലറേഷൻ ടു ബി യൂണിഫോം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസാണ്. ആക്സലറേഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയാണ്, ആംഗുലാർ ആക്സലറേഷൻ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എൻ സി ആർ ടി ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി കാണണം, ഒമേഗ നോട്ട്. ഒമേഗ നോട്ട് എങ്ങനെ കാണും? ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു, ഒമേഗ നോട്ട് വേണം ആദ്യം കേട്ടോ, 2π ടൈംസ് ഫ്രീക്വൻസി. നിങ്ങൾ പഠിച്ചിട്ടില്ലേ 2π ബൈ ടി നമ്മൾ ഫ്രീക്വൻസി ആക്കി മാറ്റി എഴുതി. സോ ഒമേഗ നോട്ട് ഈക്വൽ ടു 2π ടൈംസ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, 1200 RPM ആണ്. 1200 RPM. ഇപ്പോൾ 1200 ബൈ 60. എന്തിനാ ബൈ 60? കമോൺ, എന്തിനാ ബൈ 60? ബൈ 60 എടുത്തത് RPM-നെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്? RPS-ലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് നോക്കൂ കേട്ടോ നിങ്ങൾ. 2π ഇൻറ്റു 1200 ബൈ 60, ദാറ്റ് ഈസ് 40π. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി കിട്ടി. അപ്പോൾ ഡയറക്റ്റ് തന്നിരിക്കുന്നത് ആംഗുലാർ വെലോസിറ്റി അല്ല, നമുക്ക് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആംഗുലാർ വെലോസിറ്റി കണ്ടു. ഓക്കെ, ദെൻ ഫൈനലി കാണണം അല്ലേ? ഫൈനലി കാണാൻ എന്താ ചെയ്യേണ്ടത്? 2π ടൈംസ് ഉണ്ട്, പുതിയ വാല്യൂ 3120 ആണല്ലോ, ബൈ 60. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2π ഇൻറ്റു 3120 ബൈ 60, ദാറ്റ് ഈസ് 2π ഇൻറ്റു 52, ദാറ്റ് ഈസ് 104π റേഡിയൻ പെർ സെക്കൻഡ്. ഇപ്പോൾ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി 40π റേഡിയൻ പെർ സെക്കൻഡ് ഓർ റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. ഫൈനലി 104π റേഡിയൻ പെർ സെക്കൻഡ്. ഇനി ഞാൻ പറയാം നമുക്ക് എന്താ കാണേണ്ടത്? ആൽഫ. ആൽഫ കാണാൻ എന്താ ചെയ്യുക? ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നതാണ്. ആൽഫ എങ്ങനെ കാണും? ആൽഫ ഈക്വൽ ടു ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ബൈ ടി. സോ ആൽഫ ഈസ് ഈക്വൽ ടു, ഒമേഗയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂ പറയൂ. ഇതാ ഫൈനൽ വാല്യൂ 104π. 104π മൈനസ് ഒമേഗ നോട്ട് നമ്മളിതാ കണ്ടുപിടിച്ചിരിക്കുന്നു 40π. 40π ടൈം ഇൻ്റർവെൽ എത്ര സെക്കൻഡാ തന്നിരിക്കുന്നത് നോക്കൂ. എത്ര ടൈം തന്നിരിക്കുന്നത്? 16 സെക്കൻഡ്. സോ ബൈ 16. ആൻസർ കണ്ടുപിടിക്കും എല്ലാവരും. ആംഗുലാർ ആക്സലറേഷൻ ചെയ്താൽ നമുക്ക് 4π എന്ന് കിട്ടും. 4π. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയെടുക്കാനാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ എൻ സി ആർ ടി ബുക്കിൽ തന്നെ സൊല്യൂഷനാണ് ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി, ഫൈനൽ ആംഗുലാർ വെലോസിറ്റി, അതിൽ നമ്മൾ ആംഗുലാർ ആക്സലറേഷൻ കാണുന്നു. ക്ലിയർ അല്ലേ? ഇനി ഒരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്, കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റൻ ആണത്. നമുക്ക് വായിച്ചു നോക്കുക. എന്താ ക്വസ്റ്റൻ? ഹൗ മെനി റെവല്യൂഷൻ ഡസ് ദ എൻജിൻ മേക്സ് ഡ്യൂറിങ് ദിസ് ടൈം? ഈ ടൈം കൊണ്ട് നമ്മുടെ എൻജിൻ എത്ര പ്രാവശ്യം റിവോൾവ് ചെയ്യും? ഹൗ മെനി ടൈംസ് അല്ലേ? നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു റെവല്യൂഷനിൽ എത്ര ആംഗിളാണ് കവർ ചെയ്യുക? ഒരു റെവല്യൂഷൻ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ എത്ര ആംഗിളാണ് കവർ ചെയ്യുക? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2π റേഡിയൻ, 360 ഡിഗ്രി. വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ 360 ഡിഗ്രി, 2π റേഡിയൻ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടണമെങ്കിൽ ആദ്യം ടോട്ടലി ടേൺ ആയിട്ടുള്ള ആംഗിൾ കാണണം. ടോട്ടൽ ടേൺ ആയ ആംഗിളിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടും. നോക്കാം. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. തീറ്റ ഈക്വൽ ടു ω0t പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ഒമേഗ നോട്ടിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒമേഗയുടെ വാല്യൂ ഇതാ 40π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടൈം ടി 16 സെക്കൻഡ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ, ആൽഫ ഇതാ നമ്മൾ കണ്ടുപിടിച്ചു 4π, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ടൈം സ്ക്വയർ 16 സ്ക്വയർ. അത് ചെയ്താൽ നമുക്ക് 1152π റേഡിയൻ എന്ന് കിട്ടും. ദിസ് ഈസ് ദ ടോട്ടൽ ആംഗിൾ ടേൺഡ് ബൈ ദ എൻജിൻ ഡ്യൂറിങ് എ ടൈം ഇൻ്റർവൽ ഓഫ് 16 സെക്കൻഡ്സ്. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചത്?
ഹൗ മെനി റെവല്യൂഷൻസ്, എത്ര പ്രാവശ്യം കറങ്ങും, ഹൗ മെനി റെവല്യൂഷൻസ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടാൻ എന്താ ചെയ്തത്, ടോട്ടലി ഉള്ള ഈ ആംഗിൾ ഉണ്ടല്ലോ, ടോട്ടൽ ആംഗിൾ 1152 പൈ റേഡിയൻ, അതിനെ നിങ്ങൾ 2π കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിനാ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2π. അങ്ങനെയാണെങ്കിൽ ഇത്രയും റെവല്യൂഷൻസ് നടന്നിട്ടുണ്ട്, അപ്പോൾ ദാറ്റ് ബൈ 2π, ദാറ്റ് ഈസ് 576. സോ നമ്മുടെ ആൻസർ 576 കേട്ടോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മളോട് എന്ത് ചോദിച്ചിരുന്നു, ആംഗുലാർ ആക്സിലറേഷൻ ചോദിച്ചു, അതിനൊപ്പം തന്നെ നമ്പർ ഓഫ് റെവല്യൂഷൻസും ചോദിച്ചു. NCERT ബുക്കിലെ വർഡ് ഔട്ട് എക്സാമ്പിളാണ്, നിങ്ങൾ NCERT ബുക്ക് വായിക്കണം ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, വർക്ക് ഡൺ ബൈ ടോർക്ക്. സെയിം, എ ബോഡി ഈസ് എൻ XY പ്ലെയിൻ. അപ്പോൾ നോക്കി, ഇതാണ് ബോർഡർ ബൗണ്ടറി. ആ റിമൈനിങ് യെല്ലോ കളർ എന്ന് പറയുമ്പോൾ അത് ആ പ്ലെയിൻ ഡിഫൈൻ ചെയ്യാനാണ്. ഇറ്റ് ഈസ് എൻ XY പ്ലെയിൻ. Axis of rotation in the figure, it is clear. This is Z axis and body revolving about Z axis. Okay, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, F. ഏത് പ്ലെയിനിലാണ്, XY പ്ലെയിനിലാണ് കേട്ടോ. ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് XY പ്ലെയിനിൽ. ആ സമയത്ത് ഉണ്ടായ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ തീറ്റ. ഓക്കെ, അതുപോലെ തന്നെ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് ഡെൽറ്റ എസ്. അപ്പോൾ ആ ഫോഴ്സ് ഒരു പാർട്ടിക്കിളിൽ ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ എസ്. കറസ്പോണ്ടിങ് ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ലീനിയർ മോഷനിൽ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഡെൽറ്റ W ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് PQ. ഹിയർ ഡിസ്പ്ലേസ്മെൻറ്റ് PQ എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് പോയല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് PQ. സോ F ഇൻറ്റു ഡെൽറ്റ എസ്, F ഇൻറ്റു ഡെൽറ്റ എസ്. ലെറ്റ് us imagine that force is a constant one. ഓക്കെ, ദെൻ ആ ട്രയാങ്കിളിലേക്ക് നോക്കൂ നിങ്ങൾ. ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡെൽറ്റ എസ് ബൈ ആർ. ആംഗിൾ ഈസ് ഈക്വൽ ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പം ഞാനിതാ ഇവിടെ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡെൽറ്റ W ഈസ് ഈക്വൽ F ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്നായി. കാരണം നിങ്ങൾ ആർക്ക് പകരം ഡെൽറ്റ എസിനെ റീപ്ലേസ് ചെയ്തു. ഇതിൽ നോക്കൂ, ഈ F ഇൻറ്റു ആർ ആരാ? F ഇൻറ്റു ആർ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതല്ലേ ടോർക്ക്. F ഇൻറ്റു ആർ, ഇവിടെ എഫും ആറും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് FR എന്ന് എടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ R ക്രോസ് F എന്ന് എടുക്കണം. ഫോഴ്സും പൊസിഷൻ വെക്ടറും തമ്മിലൊരു ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിൾ കൂടെ നമ്മൾ കൗണ്ട് ചെയ്യണം. ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് R ക്രോസ് Fന് പകരം സിംപ്ലി നിങ്ങൾ RF എന്ന് പറഞ്ഞാൽ മതി. പോയിന്റ് കിട്ടിയല്ലോ അല്ലേ? അത് നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാനാണ് അങ്ങനെ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ W ഈക്വൽ ടു, ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ, ഡെൽറ്റ W ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ, നോട്ട് ഡി തീറ്റ, ഡെൽറ്റ തീറ്റ. കാരണം നമ്മൾ ഈ ഒരു കേസിൽ അസ്യൂം ചെയ്തത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ടോർക്ക് കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വാരിയബിൾ ആണെങ്കിലോ, നമ്മുടെ ഫോഴ്സ് വാരിയബിൾ ആണെങ്കിൽ, നിങ്ങൾ വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ട്, വാരിയബിൾ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സ്മോൾ വർക്ക് ഡൺ കാണും. DW ഈസ് ഈക്വൽ ടു F ഇൻറ്റു DS ആണല്ലോ. DS ദൂരമാണ് ഭൂമി എന്നതെങ്കിൽ നമ്മൾ പറയും ആ സമയത്ത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്ന്. അടുത്ത DS വേറെ ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം? DW ഈസ് ഈക്വൽ ടു F ഇൻറ്റു DS ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഡി തീറ്റ. ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ തീറ്റ വി പുട്ട് ഡി തീറ്റ. FR അഗെയിൻ ടോർക്കാണ്. സോ DW ഈസ് ഈക്വൽ ടോ ഇൻറ്റു ഡി തീറ്റ. സോ ടോട്ടൽ കിട്ടാൻ W ഈസ് ഈക്വൽ ടു ഓർ ഡെൽറ്റ W ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടോ ഇൻറ്റു ഡി തീറ്റ ഫ്രം ഇനീഷ്യൽ ആംഗിൾ θ1 ടു ഫൈനൽ ആംഗിൾ θ2. ഇതാണ് വീണ്ടും എഴുതിയിരിക്കുന്നത്. W റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ θ1 ടു θ2 ടോ ഇൻറ്റു ഡി തീറ്റ. നിങ്ങൾക്ക് അറിയാം
ലാർജ് ആംഗിൾ ആണെങ്കിൽ നമ്മൾ ഡെൽറ്റ തീറ്റ എന്നാണ് പറയുക. വെരി സ്മോൾ ആംഗിൾ ആണെങ്കിൽ നമ്മൾ ഡി തീറ്റ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ വാരിയബിൾ ടോർക്കാണ് വരുന്നതെങ്കിൽ ഇക്വേഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡി തീറ്റ ആംഗിൾ ടേൺ ആവുന്ന സമയത്തുള്ള വർക്ക് ഡൺ കാണും. ദെൻ വീണ്ടും അടുത്ത ഡി തീറ്റയിലെ വർക്ക് ഡൺ കാണും. ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോഴ്സും പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്താക്കി എടുത്തിട്ടുണ്ട്, 90 ഡിഗ്രി ആക്കി എടുത്തിട്ടുണ്ട്. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയാതെയാണ് കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഒരു ആംഗിൾ വരികയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം, എഫ് ഡോട്ട് ഡെൽറ്റ എസ് എന്ന് എഴുതേണ്ടത്, ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോ ഡോട്ട് ഡി തീറ്റ എന്ന് വരും വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ വെക്ടർ ഫോമിലോട്ട് പോയിട്ടില്ല. അതിന് കാരണം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ് ഫോഴ്സും പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണെന്ന്, 90 ഡിഗ്രിയാണെന്ന്. ക്ലിയർ അല്ലേ? ആംഗുലാർ മോഷനിലെ ഇക്വേഷൻസ് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് ലീനിയർ മോഷൻസിലെ ഇക്വേഷൻസ് ഒന്ന് ഓർമ്മിച്ച് അതുമായിട്ടൊരു കമ്പാരിസൺ സ്റ്റഡി നടത്തിയാൽ മതി. നോക്കൂ, ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് അത് ആംഗുലാർ മോഷനിലോട്ട് വരുമ്പോൾ ആരായിട്ട് മാറുന്നു, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എക്സ് ഇവിടെ തീറ്റ. ഓക്കെ, വെലോസിറ്റി നമ്മൾ പറയുന്നു, വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് dx/dt. ഹിയർ വെലോസിറ്റി റീപ്ലേസ്ഡ് ബൈ ആംഗുലാർ വെലോസിറ്റി, dx/dt ഈസ് d theta/dt. rate of change of displacement, rate of change of angular displacement. Then ഇവിടെ നമ്മൾ ലീനിയർ ആക്സലറേഷൻ A is equal rate of change of velocity, angular acceleration is equal rate of change of angular velocity. അപ്പോൾ A dv/dt alpha d omega/dt. Then ലീനിയർ മോഷനിലെ മാസിന് അനലോഗായി വരുന്ന റൊട്ടേഷണൽ മോഷനിലെ ക്വാണ്ടിറ്റിയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. Mass depends on the quantity of matter, but moment of inertia depends not only on mass, also on, distribution of mass. Distribution of mass means axis of rotation and how far the mass particles are arranged with respect to that axis. Okay, then force F is equal to ma. നോക്കൂ, ടോർക്കാണ് ഫോഴ്സിന് അനലോഗായി വരുന്നത്. മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ആക്സലറേഷന് പകരം ആംഗുലാർ ആക്സലറേഷൻ. സോ എഫ് ഈസ് ഈക്വൽ ടു എം എ. നമ്മൾ ആംഗുലാർ മോഷനിലോട്ട് വരുമ്പോൾ, റൊട്ടേഷണൽ മോഷനിലോട്ട് വരുമ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. എഫ് ഈസ് ഈക്വൽ ടു എം എ ലീനിയർ മോഷനിലും. ദെൻ വർക്ക് ഡൺ ഇപ്പം നമ്മൾ കണ്ടു, ഡി ഡബ്ല്യു ഈസ് ഈക്വൽ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എഫ് ഇൻറ്റു ഡി എസ്. ഹിയർ ഫോഴ്സ് റീപ്ലേസ്ഡ് ബൈ ടോർക്ക്, displacement replaced by d theta. So F into ds, അവിടെ tau into d theta. ഇനി kinetic energy half mv square. Here half into I omega square. Mass replaced by moment of inertia, velocity replaced by angular velocity. Power F dot v. ഫോഴ്സും വെലോസിറ്റി ഒരേ ഡയറക്ഷനാണ്, F dot v. ഇവിടെ tau omega. ഫോഴ്സിന് പകരം ടോർക്ക്, വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി. ലീനിയർ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി. ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ഐ ഒമേഗ. മാസിന് പകരം ഐ, വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി. ഈ ആംഗുലാർ മൊമെൻറ്റം ഒരുപാട് കേസുകളുണ്ട്, നമ്മളതിനി വരുന്നുണ്ട്. ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ലീനിയർ മോഷൻ, angular momentum of a particle under rotational motion, then angular momentum of a rigid body, angular momentum of a body rolling without slipping, that is both translation and rotation. ആ കേസുകൾ ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇൻ ജനറൽ നമുക്ക് പറയാം, ഒരു പാർട്ടിക്കിളിൻ്റെ ലീനിയർ മൊമെൻറ്റം പി സികൾ എം വി ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എൽ ഇ സികൾ ഐ ഒമേഗ എന്ന് എടുക്കാം, വേർ ഐ ഇസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഒമേഗ ഇസ് ദ ആംഗുലാർ വെലോസിറ്റി. ഈ ഇക്വേഷൻസ് എല്ലാം മെമ്മറിയിലേക്ക് കൊണ്ടുവരാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൂണ്ട് റൗണ്ട് ദ റിം ഓഫ് എ ഫ്ലൈ വീൽ. സോ ദിസ് ഈസ് ദ ഫ്ലൈ വീൽ. ഒരു ഡിസ്ക് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ് ഈ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ, ഡിസ്ക് ലൈക്ക് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ദെൻ
ആ ഡിസ്ക് ലൈക്ക് അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ആ വീലിൻ്റെ മാസ് 20 കിലോഗ്രാം, റേഡിയസ് 20 സെൻറ്റിമീറ്റർ, എ സ്റ്റഡി പുൾ 25 ന്യൂട്ടൺ അപ്ലൈഡ് ഓൺ ദ കോഡ്. അപ്പോൾ ഇതിനെ ചുറ്റി കോഡ് നെഗ്ലിജിബിൾ മാസുള്ള വയറാണ്, ചുറ്റി 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 അതിൻ്റെ ഒരു എൻഡാണ് ഈ താഴേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു എൻഡിലാണ് നമ്മൾ എന്താ അപ്ലൈ ചെയ്തിരിക്കുന്നത്? 25 ന്യൂട്ടൺ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഈ വീൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ ഫ്ലൈ വീൽ ഈസ് മൗണ്ടഡ്. ദിസ് ഈസ് ദ ഫ്ലൈ വീൽ. ഫ്ലൈ വീൽ ഈസ് മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആക്സിൽ. അപ്പോൾ ഇങ്ങനെയാണ് ആക്സിസ്. ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ കറങ്ങുന്നു. കറങ്ങാൻ കാരണം എന്താ? ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ പുള്ളുണ്ടല്ലോ, അതായത് ആ കോഡിലെ പുൾ, ദാറ്റ് പുൾ വിൽ പ്രൊഡ്യൂസസ് ടോർക്ക് ഓൺ ദ വീൽ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു ഫൈൻഡ് ദി ആംഗുലാർ ആക്സലറേഷൻ ഓഫ് ദ വീൽ. ആംഗുലാർ ആക്സലറേഷൻ കാണണം. ഫിഗറിലോട്ട് വരും. ആംഗുലാർ ആക്സലറേഷൻ. ദിസ് സ്റ്റഡി പുൾ 25 ന്യൂട്ടൺ പ്രൊഡ്യൂസസ് സം ടോർക്ക് ഓൺ ദ വീൽ. അതെങ്ങനെ കാണും? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു, ടോർക്ക് ടോ ഈസ് ഈക്വൽ, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഒന്ന് പറയൂ എല്ലാവരും, ആർ ക്രോസ് എഫ് അല്ലേ. ദിസ് ഈസ് ദ ടോർക്ക് ഓൺ ദ മൗണ്ടഡ് വീൽ ഡ്യൂ ടു ദ പുൾ ഇൻ ദ സ്ട്രിങ്. സ്ട്രിങ് മീൻസ് ഹിയർ ദ കോഡ്. or torque tau is equal to RF sin theta, or torque tau is equal to R. Here R is radius of the wheel itself. കാരണം ഈ പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ആക്സിസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് R ആണ്. സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് എഫ് തന്നെയാണ്. ഈ ഫോഴ്സ് എഫ് ആണെങ്കിൽ ത്രൂ ഔട്ട് ഇതിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ഏത് പോയിന്റ് എടുത്താലും ഫോഴ്സ് എഫ് തന്നെയാണ്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് ഈസ് 90 ഡിഗ്രി. സോ ആർ എഫ് സൈൻ 90. സോ ടോർക്ക് ടോ ഈസ് ഈക്വൽ ആർ എഫ്. ഈ ഇക്വേഷൻ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ദിസ് ഈസ് ദ ടോർക്ക് ഓൺ ദ ഫ്ലൈ വീൽ ഓർ വീൽ ഡ്യൂ ടു ദ ഫോഴ്സ് ഇൻ ദ കോഡ്. ദെൻ ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചു ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ആക്സലറേഷന് പകരം ആംഗുലാർ ആക്സലറേഷൻ. രണ്ട് ഇക്വേഷനായി അല്ലെ? ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് കിട്ടും നമുക്ക്? ഐ ആൽഫ ഈക്വൽ ടു ആർ എഫ് ആണല്ലോ. അപ്പോൾ ആൽഫ ഈക്വൽ ടു ആർ എഫ് ബൈ ഐ. ഇതിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറയുമ്പോൾ റിംഗ് ആണോ ഡിസ്ക് ആണോ? ഫ്ലൈ വീൽ ഈസ് എ ഡിസ്ക് ലൈക്ക് അറേഞ്ച്മെൻറ്റ്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മാസ്, മേജർ മാസ് ഓഫ് ദ ഡിസ്ക് വിൽ ബി അക്യുമുലേറ്റഡ് ഓൺ ദ റിം, RIM റിം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ കാറിൻ്റെയും ബസ്സിൻ്റെയൊക്കെ വീല് കണ്ടിട്ടില്ലേ? ഇറ്റ്സ് ലൈക്ക് ഫ്ലൈ വീൽ. മേജർ മാസ് എവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്? റിമ്മിൽ. എന്തിനാണെന്നറിയോ? മാസ് പാർട്ടിക്കിൾസ് മാക്സിമം അകലേക്ക് പോയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ഒരു ഡിസ്ക് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ് ആര്? ഫ്ലൈ വീൽ. അപ്പോൾ നമുക്ക് mr²/2 തന്നെ മതി. mr²/2. ഓക്കെ, സോ ആൽഫ ഈക്വൽ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2RF ബൈ mr². ആണല്ലോ, ഒരു R ക്യാൻസലായി പോയി. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 2F ഡിവൈഡഡ് ബൈ mr. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ആൽഫ ഈക്വൽ ടു 2 ടൈംസ് എഫ്. എഫിൻ്റെ വാല്യൂ എന്താ? സ്റ്റഡി ആയിട്ടുള്ള ഫോഴ്സ് ആണല്ലോ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 25 ന്യൂട്ടൺ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 25 ബൈ മാസ് ഓഫ് ദ വീൽ 20 to radius 20 centimeter. So you want to convert into a SI system, that is 0.2. So alpha equal to 50 by 4. 50 by 4 alpha is equal to 12.5. Unit angular acceleration. So radian per second square. Radian per second square.
This is the angular acceleration of the disc-like arrangement or flywheel due to that force. Force means here torque. Force into perpendicular distance is torque. Clear അല്ലേ? ഈ ക്വസ്റ്റിന് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. Find the work done by the pull when 2 meter of the cord is unwound. അതായത് ഈ വയർ ഉണ്ടല്ലോ, അൺവൂണ്ട് ചെയ്ത് ഇവിടെ എത്തി. അതായത് ഒരു 2 മീറ്റർ അൺവൂണ്ട് ചെയ്തു. സേ 2 മീറ്റർ അൺവൂണ്ട് ചെയ്തു. Given that force is a constant force. So what is the work done? W is equal to force into displacement F dot S. Here F is W is equal to Fs cos 0. Why cos 0? നോക്കൂ, നിങ്ങൾ പുള്ളി ചെയ്തതും താഴേക്കാണ്, വയർ അൺവൂണ്ട് ആയതും എവിടേക്കാണ്? താഴേക്കാണ്. രണ്ടും ഒരേ ഡയറക്ഷനാണ്. വീലിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. നിങ്ങൾ വലിച്ച ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ W ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു എസ്. എത്രയാണ് അൺവൂണ്ട് ചെയ്തിരിക്കുന്നത്? 2 മീറ്റർ അല്ലേ അൺവൂണ്ട് ചെയ്ത് പോയത്, ഇൻറ്റു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ജൂൾ. അപ്പോൾ ആ കോഡിലെ ഫോഴ്സ് ഉണ്ടല്ലോ, ഇറ്റ് ഡസ് എ വർക്ക് ഓഫ് 50 ജൂൾ. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദിസ് 50 ജൂൾ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ കിട്ടും നിങ്ങളിതിലെ തേർഡ് പാർട്ട് ചെയ്താൽ. എന്താണ് തേർഡ് പാർട്ട്? ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് വീൽ അറ്റ് ദിസ് പോയിന്റ്. അസ്യൂം ദ വീൽ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാ, നമുക്കറിയാം ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് വീലിൻ്റെ കേട്ടോ. വീൽ ഫിക്സ്ഡ് ആക്സിസിനെ ബേസ് ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അയാളുടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി 0. അപ്പോൾ ഏത് കൈനറ്റിക് എനർജിയാണ് വേണ്ടത്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി K ഈസ് ഈക്വൽ ടു ഹാഫ് I ഒമേഗ സ്ക്വയർ. കറക്റ്റ് അല്ലേ? ഓർ കൈനറ്റിക് എനർജി K ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mr സ്ക്വയർ ബൈ 2. അതെങ്ങനെയാണ് വന്നത്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എഴുതാമല്ലോ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഓർമ്മിക്കുക. ഒമേഗ സ്ക്വയർ, ഒമേഗയുടെ വാല്യൂ കാണണം. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ദിസ് ഈസ് 0. അതെങ്ങനെയാണ് ഒമേഗ നോട്ട് 0 ആക്കി എടുത്തത്? വീൽ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 ഇൻറ്റു ആൽഫയുടെ വാല്യൂ നമുക്ക് അറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ. തീറ്റ എന്ന് പറയുമ്പോൾ എത്ര ആംഗിളാണ് ടേൺ ആയിരിക്കുന്നത്? നോക്കൂ, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിളാണ് ടേൺ ആവണത്? 2π. അപ്പോൾ n റെവല്യൂഷനിലോ n ഇൻറ്റു 2π. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആംഗിൾ ടേൺ ഈസ് ഈക്വൽ ടു 2π ടൈംസ് n എന്നെടുത്തൂടെ. ഒരു റെവല്യൂഷനിൽ 2π, അപ്പോൾ n റെവല്യൂഷനിൽ n ഇൻറ്റു 2π. n എങ്ങനെ കാണും? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 2π ടൈംസ് n എന്ന് പറയുമ്പോൾ ആകെ എത്ര മീറ്ററാണ് അൺവൂണ്ട് ചെയ്തത്? 2 മീറ്റർ. സോ 2 നോക്കൂ, ഒരു പ്രാവശ്യം ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 2πr അല്ലേ അതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ 2 മീറ്ററിൽ എത്ര 2πr ഉണ്ട്? 2/2πr. ഇതല്ലേ നമ്പർ ഓഫ് റെവല്യൂഷൻസ്. 2 മീറ്റർ വയറാണ് ആകെ അൺവൂണ്ട് ചെയ്ത് പോയത്. ഓരോ റെവല്യൂഷനിലും എത്ര വെച്ച് പോകുന്നുണ്ട്? 2π വെച്ച് പോകുന്നുണ്ട്. അതിൻ്റെ സർക്കംഫറൻസ് 2πr ആണ്. അപ്പം നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടാൻ ടോട്ടൽ ലെങ്ത് ബൈ ഒരു റെവല്യൂഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് 2πr ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ 2π കട്ടായി പോകുന്നു. ഡെൽറ്റ തീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു? 2/r. ആറിൻ്റെ വാല്യൂ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എല്ലാ വാല്യൂസും നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. ആൽഫ അറിയാം, ആർ അറിയാം, അതിൽ ഒമേഗയുടെ വാല്യൂ കാണണം. ഒമേഗയുടെ വാല്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം, നിങ്ങൾ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ച് നോക്കിയാൽ എന്ത് കിട്ടുമോ അറിയാം നിങ്ങൾക്ക്? നേരത്തെ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? 25 × 50 അല്ലേ വന്നത്. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എഗെയിൻ 50 ജൂൾ തന്നെ വരും. ബാക്കി കാൽക്കുലേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. 50 ജൂൾ തന്നെ ആൻസർ വന്നതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? വേറെ എനർജി ലോസുകളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഈ കോഡ് നമ്മൾ പുള്ളി ചെയ്യുന്ന സമയത്ത് കോഡ് ചെയ്യുന്ന വർക്ക് എത്രയാ? 2 മീറ്റർ അൺവൗണ്ട് ചെയ്യുമ്പോൾ 50 ജൂൾ അല്ലേ? ദാറ്റ് 50 ജൂൾ ഈസ് കൺവെർട്ടഡ് ഇൻ ടു കമോൺ rotational kinetic energy of the wheel. So in accordance with the law of conservation of energy. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ഈ താഴേക്ക് പിടിച്ച് വലിക്കുന്ന സമയത്ത് നമ്മൾ എക്സർട്ട് ചെയ്യുന്ന ടോർക്ക് കാരണം ഇയാളുടെ ആംഗുലാർ വെലോസിറ്റി കൂടുന്നു. നമ്മൾ ചെയ്ത വർക്ക് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? വീലിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. പ്രൊവൈഡഡ് വി നെഗ്ലക്റ്റ് മാസ് ഓഫ് ദി കോഡ് ആൻഡ് ആൾസോ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ കോഡ് ആൻഡ് വീൽ. ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മോർ കേസസ് ലൈക്ക് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ലീനിയർ മോഷൻ, ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇൻ റൊട്ടേഷണൽ മോഷൻ, ദെൻ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ ബോഡി റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഇതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും കേട്ടോ. അതിനൊപ്പം തന്നെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ചും പറയും. അപ്പം നിങ്ങൾക്ക് ബേസിക്സ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ബേസിക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം വായിച്ച് തറവായിട്ടേ വരാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിലേക്കൊക്കെ നമ്മൾ പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.